നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയൻ വളരെ പെട്ടെന്ന് SFIO കേസിൽ പ്രതിയായത് ഇങ്ങനെ. മാസങ്ങളായി നടന്നുകൊണ്ടിരുന്ന അന്വേഷണത്തിന്റെ കുറ്റപത്രം ഇപ്പോൾ മാത്രം സമർപ്പിച്ചതാണ് കാരണമെന്ന് പൊതുവെ പറയാം. എന്നാൽ അതല്ല വാസ്തവം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ BJP പിണറായി ടീമിന്റെ B ടീമായി പ്രവർത്തിച്ചു വരികയായിരുന്ന K സുരേന്ദ്രനെ കുഴൽപ്പണ കേസിൽ കുരുക്കി തൊട്ടിലിൽ കുരുങ്ങനെ ആട്ടുന്നത് പോലെ ആട്ടുകയായിരുന്നു പിണറായി. തികച്ചും അപ്രതീക്ഷിതമായാണ് രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റായി വന്നത്. അതോടെ പിണറായിയുടെ ടൈം നെഗറ്റീവായി. കേരളത്തിലേക്ക് അയക്കുമ്പോൾ രാജീവിനോട് കേന്ദ്ര രക്ഷാമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്: പിണറായിയെ ഒതുക്കണം. പിണറായി ഒതുങ്ങിയില്ലെങ്കിൽ കേരളത്തിലെ BJPക്ക് വളരാൻ കഴിയില്ല. BJPക്ക് CPM വോട്ട് മറിച്ചു നൽകുമെന്ന പ്രതീതി ഉണ്ടാക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. BJPക്കെതിരെ നീങ്ങാനുള്ള ആഹ്വാനം പാർട്ടി പ്രവർത്തകർക്ക് CPM നൽകും. അതോടെ BJP ഷെഡിലാവും. രാജീവ് ചന്ദ്രശേഖറെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നേതാക്കൾ കുറവാണ്. അദ്ദേഹം കേരള സാഹചര്യം വിശദമായി പഠിച്ചു. അതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ അറസ്റ്റ് വരെ ഭയക്കുകയാണ്. എന്നാൽ CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കില്ല. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ലെന്നാണ് SFIO വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. ഇടപാടുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ വീണയെ പ്രതി ചേർത്തിട്ടുണ്ട്. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ്. എറണാകുളം ജില്ലാ കോടതിയുടേതാണ് നടപടി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കേസുകൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7-നാണ് ഫയൽ കൈമാറിയത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടാണ് SFIO കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. CMRLന് പുറമെ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും പണം എക്സാലോജിക്കിലേക്ക് എത്തി. ശശീന്ദ്രൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. പ്രതികൾക്കെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തി. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടി പിഴയായും ചുമത്താമെന്ന് വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ വിവരം കിട്ടിയത് ഉടമയിൽ നിന്നാണെന്ന് വ്യക്തം. വ്യാഴാഴ്ചയാണ് SFIO കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഈ കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. SFIO നൽകിയ കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ആ ഘട്ടത്തിലാണ് നടക്കുക. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ. ഇനി വീണ കുറ്റക്കാരിയല്ലെന്ന് SFIO കണ്ടെത്തിയാൽ കേന്ദ്ര ഏജൻസി അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CMRLന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയെന്നാണ് കണ്ടെത്തൽ. ശശീന്ദ്രൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് 13 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ വകമാറ്റി നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കായി പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തി. വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗൗരവതരമല്ലെന്ന നിലപാടിലാണ് CPM. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ അനുമതി കൊടുത്തത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും നിയമപരമായ വഴിയിലൂടെ നിജസ്ഥിതി തെളിയിക്കാനാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയ നീക്കം രാഷ്ട്രീയമായി നേരിടണമെന്ന് പറഞ്ഞ ഗോവിന്ദൻ കൈക്കൂലിക്ക് ആരെങ്കിലും ടാക്സ് അടയ്ക്കുമോ എന്നും ചോദിച്ചു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ CPMനെ കളങ്കപ്പെടുത്താനും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം മാത്രമാണിത്. ബോധപൂർവമുണ്ടാക്കിയ കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SFIO അന്വേഷണം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണിത്. വഴിവിട്ട ഒരു സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. CMRL കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. SFIO അന്വേഷണം സംബന്ധിച്ച വാർത്ത തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കുന്നതിന് വാദം നടക്കുകയാണ്. വാദം കേട്ട ജഡ്ജി അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി.
ജൂലൈയിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കെ ഇപ്പോൾ SFIO ഈ നാടകം നടത്തുകയാണ്. ഇത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണിത്. മുഖ്യമന്ത്രിയോ സർക്കാരോ കമ്പനിക്ക് അനുകൂലമായൊരു സഹായവും ചെയ്തിട്ടില്ല. 3 കോടതികൾ മുഖ്യമന്ത്രിയെ അഴിമതിയിൽ പ്രതി ചേർക്കാൻ ഒന്നും കണ്ടെത്തിയില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. SFIO നടപടിയിൽ ഗൂഢാലോചന സംശയിക്കണമെന്ന് MA ബേബി പ്രതികരിച്ചു. ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങിയ ഒരു കേസാണിത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും പാർട്ടി ഒരേ വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കമുണ്ടായത്. അപ്പോൾ കേന്ദ്രം നീക്കം സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും MA ബേബി പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. പാർട്ടി കോൺഗ്രസ് സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. മാസപ്പടി കേസ് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയത്. ജോലി ചെയ്തിട്ടില്ലെന്ന ആക്ഷേപം കമ്പനി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ജോലി കൊടുക്കേണ്ടത് കമ്പനിയാണ്. ആവേശകരമായി നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ പൊലിമ കുറയ്ക്കാനുള്ള നീക്കമെന്നും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണെന്നും KK ശൈലജ വിമർശിച്ചു. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ മുഹമ്മദ് റിയാസ് തയ്യാറായില്ല. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതി ചേർത്ത സംഭവത്തിൽ പാർട്ടിയിൽ തൽക്കാലം ചർച്ചയില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത്. കമ്പനിയും വ്യക്തിയും കേസ് നടത്തും. തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, അപ്പോൾ ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. പിണറായിയെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്നാണ് പ്രകാശ് കാരാട്ട് ആരോപിക്കുന്നത്. പിണറായിക്കെതിരായ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ പാർട്ടി നേരിട്ട് കേസ് നടത്തുമോ എന്നാണ് ചോദ്യമുയരുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കമുണ്ടായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതടക്കം അന്വേഷണ ഏജൻസിയുടെ നിലപാടുകൾ നിർണായകമാണ്. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ അടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അത്തരമൊരു നീക്കം പാളിയാൽ അത് കൂടുതൽ ദോഷമാകും. മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് ROC കണ്ടെത്തലും കഴിഞ്ഞ് SFIO മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു. കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ SFIOയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുൻപാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു. തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ഡൽഹി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ SFIO വേഗത്തിലാക്കി. കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം. എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ SFIO അതിന് മുതിരുമോ എന്നുള്ളതാണ് നിർണായകം. നേരത്തെ 1.25 കോടി രൂപയായിരുന്നു എക്സാലോജിക് CMR കേസിലെ ഇടപാട് തുകയെങ്കിൽ SFIO അന്വേഷണ റിപ്പോർട്ടോടെ ഇനി 2,70,00,000 രൂപയ്ക്ക് വീണ ടിയും CMRലും മറുപടി നൽകണം. CMRLന്റെ സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായാണ് പണം വാങ്ങിയതെന്നായിരുന്നു വീണയുടെ വാദം. അതുപോലും തെറ്റാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ. അവർക്ക് ആരെങ്കിലും കടം നൽകിയാൽ പോലും അതിൽ വ്യക്തമായൊരു സന്ദേശം കാണും. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് വലിയ ആകാംക്ഷ. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ അടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ്. CMRLനെ കാത്തിരിക്കുന്നത് അതിലും വലിയ കുരുക്കാണ്. CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും CFOയും CGMും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിചാരണ നേരിടണം. കമ്പനികാര്യ ചട്ടം 447 പ്രകാരം കോടതിയിൽ ഇത് തെളിയിക്കാനായാൽ 3 ഇരട്ടി പിഴ വരെ ചുമത്താം. അങ്ങനെ വന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ CMRL കടുത്ത ബാധ്യതയിലേക്ക് പോകും. ഇല്ലാത്ത ചെലവുകൾ കാട്ടി 182 കോടി രൂപയാണ് CMRൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത്. ഈ പണം രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറി എന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തൽ. അവരുടെ കൂടുതൽ പേര് വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കേസിന്റെ നില മാറും. വീണയുടെ കേസിൽ ഇനി മേൽനോട്ടം വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. കേസ് പാളിപ്പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. CPM അല്ല ദൈവം തമ്പുരാൻ ഏറ്റെടുത്താലും പിണറായി വിജയന്റെ മകൾ ഊരിപ്പോകാതിരിക്കാനായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക. അതിലൂടെ CPMനെ തളയ്ക്കാനായിരിക്കും BJP ശ്രമിക്കുക. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ വെടിമരുന്നിട്ടത് അതിനു വേണ്ടിയാണ്.